നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഇപ്പോൾ ലിസ്റ്റിട്ട് വെട്ടിനിരത്തലാണത്രേ. പണ്ട് മണിയാശാൻ പറഞ്ഞ പോലെ 1, 2, 3 എന്ന രീതിയിലാണത്രേ ഇപ്പോൾ ലീഗിലെ വെട്ടിനിരത്തൽ. വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയാണെന്ന് സംശയം പോലും തോന്നിയാൽ അയാൾ ലീഗിൽ വെട്ടിനിരത്തപ്പെടുമെന്ന അവസ്ഥയാണ്. ഇപ്പോൾ PK ഫിറോസിനെതിരെ KT ജലീൽ ഉന്നയിച്ച ആരോപണങ്ങളും വിജിലൻസിന് കൊടുത്ത പരാതിയും കേവലം CPM ലീഗ് സംഘർഷത്തിന്റെ ഭാഗമേ അല്ല എന്നുള്ള സൂചനയാണ് ചില ലീഗ് നേതാക്കൾ നമ്മൾക്ക് നൽകുന്നത്. PK കുഞ്ഞാലിക്കുട്ടിക്ക് ആര് എതിരെ നിൽക്കുന്നുവോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അയാൾ പൂർണ്ണമായും വെട്ടിനിരത്തപ്പെടും. അതിന് വേണമെങ്കിൽ CPMന്റെയും പിണറായി വിജയന്റെയും സഹായം ഉണ്ടാകും. സാഹിബും പിണറായിയും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് കേരളത്തിലെ രാഷ്ട്രീയം മനസ്സിലാക്കിയ ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ PK ഫിറോസിനെ മൂലക്കിരുത്തി കഴിഞ്ഞാൽ വാൾ അടുത്തതായി ഓങ്ങപ്പെടുന്നത് ഡോക്ടർ MK മുനീറിന് നേരെ ആയിരിക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള ഒരു പരാതി PK ഫിറോസിനെതിരെ KT ജലീൽ വിജിലൻസിന് നൽകിയിട്ടുണ്ട്. വിജിലൻസ് ഉടൻ തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിക്കുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലുള്ളൊരു ആരോപണം അടുത്തു തന്നെ ഒരുപക്ഷെ സാക്ഷാൽ MK മുനീറിനെതിരെയും വന്നേക്കാം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലീഗിലെ ചില നേതാക്കൾക്ക് സീറ്റുകൾ നിഷേധിക്കാനുള്ള പരിപാടികൾ അവിടെ അരങ്ങേറുന്നുണ്ട്. വളരെ തന്ത്രപരമായാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ PK ഫിറോസ് ആയാലും MK മുനീർ ആയാലും ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കുമെന്നുള്ള സൂചനയാണത്രേ ഇപ്പോൾ ലീഗ് നേതാക്കൾ നൽകുന്നത്. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നേരത്തെ ബാങ്കിലെ ചില നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് KT ജലീൽ വലിയ ആരോപണങ്ങളുമായി രംഗത്ത് വന്നെങ്കിലും നിഷ്പ്രയാസം നിമിഷങ്ങൾ കൊണ്ട് ആ ആരോപണം ഒന്നുമല്ലാതായിപ്പോയി. കാരണം മറ്റൊന്നുമല്ല, പിണറായി വിജയൻ നേരിട്ട് വിളിച്ച് ജലീലിനോട് പറഞ്ഞത്രേ, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെയുള്ള ആരോപണമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനി അതുമായി മുന്നോട്ട് പോകണ്ട എന്ന്. കാരണം പിണറായിക്ക് താല്പര്യമില്ലാത്ത എന്ന് വെച്ചാൽ CPMനും പിണറായി വിജയനുമെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ലീഗ് നേതാക്കളെ മനഃപൂർവ്വം ഒതുക്കി മൂലക്കിരുത്താനുള്ള ചില അജണ്ടകൾ ലീഗിലും CPMലും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് ആ പാർട്ടിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. PK ഫിറോസിനെതിരെ ഇപ്പോൾ ഒരു ആരോപണം ഉണ്ടാക്കാൻ കാരണവും അതുതന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. MLAയോ MPയോ അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഒന്നിലോ ഇരിക്കാത്ത ഫിറോസിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം എന്നുള്ള ആരോപണം ഉയർന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണെന്നും ജലീൽ വെറുതെയല്ല വിജിലൻസിനെ സമീപിച്ചതെന്നുമാണ് ഇപ്പോൾ ചില ലീഗ് നേതാക്കൾ പറയുന്നത്. പിണറായി വിജയനെതിരെയും CPMനെതിരെയും കനത്ത ആക്രമണം നടത്തുന്ന ഒരാളാണ് PK ഫിറോസ്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലും TV ചർച്ചകളിലുമെല്ലാം പങ്കെടുക്കുമ്പോൾ CPMനെതിരെ വളരെ കടുത്ത നിലപാട് എടുക്കുന്ന ഒരാൾ കൂടിയാണ്. ലീഗിൽ പൊതുവെ ആരും അങ്ങനെ CPMനെതിരെ കടുത്ത നിലപാടുകൾ എടുക്കാറില്ല. പ്രത്യേകിച്ച് പിണറായി വിജയനെ വ്യക്തിപരമായി ആരും ആക്രമിക്കാറില്ല. കാരണം PK കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന വ്യക്തിപരമായ ഒരു സൗഹൃദത്തിന്റെ ബാക്കി പത്രമാണത്. ഏതായാലും PK ഫിറോസിനെയും ഡോക്ടർ MK മുനീറിനെയും അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ലീഗിൽ ഒതുക്കാനുള്ള, ലിസ്റ്റിട്ട് വെട്ടിനിരുത്താനുള്ള ചില നീക്കങ്ങൾ തകൃതിയായി അവിടെ നടക്കുന്നുണ്ടെന്നാണ് ചിലർ പറയുന്നത്. കുഞ്ഞാലിക്കുട്ടിക്ക് വ്യക്തിപരമായി താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഇവർ രണ്ടുപേരുമെന്നും പിണറായി വിജയനെയും CPMനെയും അതിരുകടന്ന് ആക്രമിക്കുന്നവരാണ് ഇവർ എന്നുള്ളത് കൊണ്ട് CPMന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇവർ ഉണ്ട് എന്നുള്ളത് കൊണ്ടും ഇവരെ വെട്ടിനിരത്തുക ലീഗിൽ എളുപ്പമായിരിക്കുമെന്നാണ് ചിലർ പറയുന്നത്. ഏതായാലും ഫിറോസിനെതിരെ ജലീൽ ഉയർത്തിയ ആരോപണങ്ങൾ അത് കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമല്ല, ഇപ്പോൾ മുസ്ലിം ലീഗിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണെന്നാണ് ചില ലീഗ് നേതാക്കൾ രഹസ്യമായി അടക്കം പറയുന്നത്. അതുകൊണ്ട് ഫിറോസ് മാത്രമല്ല, ഫിറോസിന് ശേഷം ആ ലിസ്റ്റിൽ ഇനിയും പലരുമുണ്ട് വെട്ടിനിരത്തപ്പെടാൻ എന്നുള്ള സൂചനയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഏതായാലും ലീഗിൽ PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് അവസാന വാക്ക്. PK കുഞ്ഞാലിക്കുട്ടിക്കുമേൽ മറ്റാർക്കുമില്ലാത്ത സ്വാധീനം പിണറായി വിജയൻ ഉണ്ടെന്നാണ് പണ്ടേയുള്ള ആരോപണം. അതുകൊണ്ട് എന്താണ് ഇനി ലീഗിൽ സംഭവിക്കുക എന്ന് നമ്മൾക്ക് കാത്തിരുന്ന് കാണാം.